ഹലോ, എല്ലാവർക്കും നമസ്കാരം. ലിമിറ്റ്ലെസ് ലിവിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്നുള്ളത് പാരൻറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. നമ്മളെല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള മേഖലകൾ വർക്ക് ചെയ്യുന്നവരാണ്. ആ മേഖലകളിൽ എത്താനായിട്ട് നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരീക്ഷകൾ നമ്മൾ പാസ്സായിട്ടുണ്ടാകും. അതുപോലെ തന്നെ അതിനാനുപാതികമായിട്ടുള്ള പഠനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ നമ്മളൊരു പരീക്ഷയും പാസ്സാകാതെ ഒരു പഠനവും ചെയ്യാതെ നമ്മൾ ജീവിതത്തിൽ എത്തിപ്പെടുന്ന ഏറ്റവും വലിയൊരു സ്ഥാനമാണ് ഒരു അച്ഛനാകുക, അതല്ലെങ്കിൽ ഒരു അമ്മയാകുക എന്നുള്ളത്. ഒരു കുട്ടി ജനിച്ചു വീഴുന്നതോടൊപ്പം ഒരു അച്ഛൻ ജനിച്ചു വീഴുന്നു, അതുപോലെ തന്നെ ഒരു അമ്മ ജനിച്ചു വീഴുന്നു. അതിനപ്പുറത്തേക്ക് ഒരുപാട് റിലേഷനിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു മാമൻ ഉണ്ടാകുന്നുണ്ട്, ഒരു അച്ചാച്ചൻ ഉണ്ടാകുന്നുണ്ട്, ഒരു അച്ഛമ്മ ഉണ്ടാകുന്നുണ്ട്, അല്ലേ? വ്യത്യസ്തങ്ങളായിട്ടുള്ള റിലേഷനൊക്കെ ഉണ്ടാകുന്നത് ഒരു ജനനത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ ആസ് എ പേരൻറ്റ് എന്നുള്ള നിലയിൽ നമ്മൾ ഒരു കുട്ടിയോട് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ടന്റിലേക്ക് കടക്കാം. ആദ്യം പറയാനുള്ളൊരു പോയിന്റ്, നമ്മളെപ്പോഴും കുട്ടികളെ അനുസരിപ്പിക്കാനുള്ള ധൃതി പിടിച്ചുള്ള പോക്കലാണ്. പക്ഷേ കുട്ടികളെപ്പോഴും അനുസരിക്കാനല്ല, അനുകരിക്കാനാണ് ശ്രമിക്കുക എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്ക് 2 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. ഇളയ കുട്ടി കരഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് ഓടി വരികയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ മൂത്ത കുട്ടി എന്നെ അടിച്ചു എന്നുള്ളൊരു റിപ്ലൈ കുട്ടി പറയുകയാണ്. അപ്പോൾ നമ്മളെടുത്ത വഴിക്ക് ആ വടി മേടിച്ച് രണ്ടാമത്തെ കുട്ടിയെ ഒന്ന് കൊടുത്തിട്ട് നമ്മൾ പറയുകയാണ്, മൂത്തവർ ഇളയവരെ അടിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ആ കുട്ടി അവിടെ അനുസരിക്കുകയാണോ അനുകരിക്കുകയാണോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ അനുകരിക്കത്തക്ക രീതിയിലൊരു മാതൃകയായിട്ട് നമ്മൾ മാറാനായിട്ട് ശ്രമിക്കണം നമ്മുടെ പാരൻറ്റിങ്ങിൽ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പോയിന്റ്. അതുപോലെ തന്നെ അടുത്ത ഒരു കാര്യങ്ങളാണ്, നമ്മൾ ഉപദേശിക്കാനല്ല ഒരു പേരൻ്റ് എന്നുള്ള നിലയിൽ നമ്മൾ മുൻകൈ എടുക്കേണ്ടത്, നിർദ്ദേശിക്കാനാണ് എന്നുള്ളതാണ്. കാരണം കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്നുള്ളത് ഉപദേശമാണ്. പക്ഷേ പറയാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യവും ഉപദേശിക്കുക എന്നുള്ളതാണ്. അപ്പം ഉപദേശമല്ല വേണ്ടത്, നിർദ്ദേശമാണ് എന്നുള്ളതാണ് അടുത്ത ഒരു പോയിൻ്റായിട്ട് പറയാനുള്ളത്. കാരണം നമ്മളൊരു കുട്ടികളെ ഇത് കാര്യം ചെയ്താൽ ഇന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഉണ്ടാകുക എന്നുള്ളൊരു നിർദ്ദേശം എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പോയിൻ്റായിട്ട് പറയാനുള്ളത്. എപ്പോഴും നമ്മളൊരു പാരൻ്റ് എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ ലെവലിലേക്ക് നമ്മൾ ഉയരുകയല്ല വേണ്ടത് എന്നുള്ളതാണ്. ഒരു കുട്ടിയുടെ ലെവലിലേക്ക് നമ്മൾ താഴുമ്പോഴാണ് ആസ് എ ഒരു പാരൻ്റ് എന്നുള്ള നിലയിൽ, അതല്ലെങ്കിൽ കുട്ടി എന്നുള്ള നിലയിൽ അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആക്കുന്നത് അത്തരം രീതിയിലേക്ക് നമ്മൾ താഴുമ്പോഴാണ് എന്നുള്ളതാണ്. കാരണം ഒരു പേരൻ്റ് എന്നുള്ള ലെവലിൽ ഇവിടെയും കുട്ടി എന്നുള്ള ലെവലിൽ ഇവിടെയാണ് നിൽക്കുക, അല്ലേ? അപ്പോൾ എപ്പോഴും ഒരു കുട്ടിക്ക് ഒരു പേരൻ്റ് എന്നുള്ള രീതിയിലേക്ക് മാറാനായിട്ട്, ആ ഒരു ചിന്താഗതിയിലേക്ക് മാറാനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല, അല്ലേ? അപ്പോൾ ഒരു പേരൻറ്റും ഒരു കുട്ടിയുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളത് നമുക്ക് മാത്രമാണ്. അപ്പോൾ കുട്ടിയുടെ ലെവലിലേക്ക് താഴാനുള്ള എക്സ്പീരിയൻസും നമുക്ക് മാത്രമാണ് ഉള്ളത്. അതല്ലാണ്ട് ഒരു പേരൻ്റ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു ചിന്താഗതി ഒരു പ്രായം വരെ ഒരു കുട്ടികൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ കുട്ടിയുടെ ലെവലിലേക്ക് നമ്മൾ താഴ്ന്ന് കാര്യങ്ങൾ ചിന്തിക്കാനും അവൻ്റെ കാഴ്ചപ്പാടിലൂടെ ഓരോ പ്രശ്നങ്ങളെയും കാണാനുമുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ്. കാരണം ഒരു കുട്ടി പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും ചിലപ്പോൾ ലോജിക്കലി ചിന്തിക്കുമ്പോൾ നമുക്കതിൽ വളരെ ലാഘവമുള്ള കാര്യങ്ങളാകാം, അല്ലേ? വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളോടൊന്ന് ചോദിക്കുക. അപ്പോൾ അത്തരം ചോദ്യങ്ങളെല്ലാം നമ്മൾ ആ ഒരു കുട്ടിയുടെ ലെവലിൽ നിന്ന് വേണം കാണാൻ. അതല്ലാണ്ട് ആസ് എ പേരൻറ്റ് എനിക്കൊരുപാട് അറിവുള്ള വ്യക്തിയാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാമോ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഉയരാതിരിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു പോയിൻ്റായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് നമ്മൾ ചോദ്യം ചോദിക്കാനുള്ളൊരു സ്പേസ്, അതല്ലെങ്കിൽ ചോദ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു എൻവയോൺമെൻറ്റ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ കുട്ടികൾ നമ്മളോട് ചോദിക്കുന്ന പല ചോദ്യങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ നിസ്സാരമായിട്ടുള്ള ചോദ്യങ്ങളാകാം. പക്ഷേ ഒരു ചോദ്യങ്ങളാണ് അവനെ അന്വേഷണങ്ങളിലേക്കും അതുപോലെ തന്നെ നിഗമനങ്ങളിലേക്കും അതുപോലെ തന്നെ ഉത്തരങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നത് ഓരോ ചോദ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വ്യത്യസ്ത കാര്യങ്ങളിൽ അഭിപ്രായം ചോദിക്കുന്ന ഒരു സമീപനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. കാരണം ഓരോ വ്യക്തിയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്, അല്ലേ? നമ്മൾ വളർന്നു വരുന്ന കുട്ടിക്ക് ഓവറായിട്ടുള്ള കെയർ കൊടുക്കുമ്പോൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആകാനുള്ള ഒരു അവസരത്തെ നമ്മൾ തടയുന്നുണ്ട് പലപ്പോഴും. അതുകൊണ്ട് തന്നെ അവരെ ചോദ്യങ്ങൾ ചോദിക്കാനും വ്യത്യസ്തങ്ങളായിട്ടുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ
അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ ചോദിക്കാനും ഒക്കെ ഒരു നമ്മുടെ ജീവിതത്തിൽ സമയം ഉണ്ടാക്കുക, അതല്ലെങ്കിൽ അതിൽ അവരെയും കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്ത ഒരു പോയിൻ്റായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് ടൈം ആൻഡ് കെയർ. ഈ രണ്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് എത്ര കണ്ട് തിരക്കുണ്ടായാലും ആ തിരക്കിനിടയിൽ നമ്മളെ കുട്ടികളെ പരിഗണിക്കുക എന്നുള്ളത് വളരെ വലിയൊരു ക്വാളിറ്റിയാണ്. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും പല ജോലി തിരക്കുകൾക്കിടയിലാകാം അവർ ചില കാര്യങ്ങളൊക്കെ നമ്മളോട് വന്ന് ചോദിക്കുക. അപ്പോൾ ഒരു തിരക്കിനിടയിലും അവരെ പരിഗണിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ കാണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മൾ കെയർ എന്നുള്ളത്, കെയറിങ് ഇല്ലാതെ ഷെയറിങ് ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. പലപ്പോഴും നമ്മുടെ കെയർ കുറവ് കൊണ്ടാണ് പല കാര്യങ്ങളും കുട്ടികൾ മറ്റുള്ള അവരുടെ ഫ്രണ്ട്സിനോടോ അതല്ലെങ്കിൽ അവരുടെ വേറെ റിലേറ്റീവ്സിനോടോ ഒക്കെ തുറന്നു പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് കുട്ടിയോടുള്ള കെയർ കുറയുന്നത് കൊണ്ടും കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് കൂടിയിട്ടൊരു ദിവസത്തിൽ അത് കൂടുതൽ സമയം വേണം എന്നുള്ളതല്ല, എഫക്റ്റീവായിട്ടുള്ള സമയം, അതായത് വളരെ ക്വാളിറ്റി ഉള്ള സമയം, കുറച്ച് സമയമെങ്കിലും അവരോട് കൂടി നമ്മൾ മൊബൈൽ ഫോണുകളെല്ലാം മാറ്റിവെച്ച് അവരുടെ തലത്തിലേക്ക്, നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ തലത്തിലേക്ക് ഇറങ്ങി കുറച്ച് സമയമെങ്കിലും ദിവസത്തിൽ അവരോട് കൂടെ ചിലവഴിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം എന്നുള്ളതാണ് ആദ്യത്തെ. അതുപോലെ തന്നെ കെയർ ചെയ്യുന്ന സംസാരങ്ങൾ, അവരെ ടേക്ക് കെയർ ചെയ്യുക, അവരെ ടച്ച് ചെയ്യുക, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കുട്ടി എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളാണ് ടച്ച് ആൻഡ് ഫീൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ. അപ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മൾ ടച്ച് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ അവരോട് കൂടി സമയം ചെലവഴിക്കുക, അതുപോലെ തന്നെ അവരെ കെയർ ചെയ്യാനും കൂടി നമ്മൾ സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു പോയിന്റ്. അതുപോലെ തന്നെ നമ്മൾ വാക്ക് പാലിക്കുന്നവരാകുക, നുണ പറയാതിരിക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോയിൻ്റായിട്ട് റിലേറ്റഡ് ആണ്. പലപ്പോഴും നമ്മൾ കുട്ടികളുടെ അടുത്ത് നമ്മൾ പറയാറുണ്ട്, പല വാഗ്ദാനങ്ങളും നമ്മൾ നൽകാറുണ്ട്. പരീക്ഷയിൽ പാസ്സായാൽ ഇത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരാം, അതല്ലെങ്കിൽ ഇന്ന കാര്യം നമ്മൾ മേടിച്ചു തരാം എന്നൊക്കെ നമ്മൾ പറയാറുള്ളൊരു യൂഷ്വൽ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മളത് വാക്ക് പാലിച്ചില്ല എങ്കിൽ ആ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കുട്ടിക്ക് നമ്മളോടുള്ള ഇൻറ്റിമസി കുറയാനും നമ്മളോടുള്ള ഒരു ട്രസ്റ്റ് കുറയാനും ഒക്കെ ഇത് കാരണമാകുന്നുണ്ട്. നമ്മൾ വാക്ക് പാലിക്കാത്തവനാണ് എന്നുള്ളൊരു ധാരണ, അതായത് നമ്മളൊരു റോൾ മോഡലിങ്ങിനെ തന്നെ തകിടം മറിക്കുന്ന കാര്യങ്ങളാണിത്. അപ്പോൾ ഒരു നല്ലൊരു മാസ്റ്റർ കോപ്പി ആകണമെങ്കിൽ നമ്മൾ അതിനോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, അല്ലേ? അപ്പോൾ അതുപോലെ നമ്മൾ നുണ പറയാതിരിക്കുക എന്നുള്ളതാണ്. കുട്ടികളുടെ മുന്നിൽ വെച്ച് കുട്ടികളോടായാലും അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന വേളയിൽ അതെല്ലാം അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അവരുള്ളപ്പോഴും നമ്മൾ നുണ പറയാതിരിക്കുക, നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മൾ നുണ പറയാതിരിക്കുക എന്നുള്ളൊരു ക്വാളിറ്റി നമ്മൾ കാണിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു പോയിന്റ്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യമായിട്ട് നമ്മൾ ചെറുപ്പകാലഘട്ടത്തിൽ കുട്ടികളോട് പറയുന്ന ചില പേടിപ്പെടുത്തുന്ന സംസാരങ്ങളുണ്ട്, അല്ലേ? ആ പേടിപ്പെടുത്തുന്ന സംസാരങ്ങളും അതുപോലെ തന്നെ പ്രവൃത്തികളും അവർ വലുതായി ഒരു വലിയ പേരൻ്റായി നിൽക്കുമ്പോൾ വരെ അവരെ സ്വാധീനിക്കുന്നുണ്ട്, അവരെ മരണം വരെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടി ഒരു ലോജിക്കൽ ബ്രെയിനൊക്കെ വരുന്നത് വരെ, അതായത് ഒരു 12 വയസ്സ് വരെയൊക്കെ നമ്മൾ നമ്മുടെ ചെറുപ്പകാലഘട്ടത്തിൽ കുട്ടികളോട് നമ്മൾ പേടിപ്പെടുത്തുന്ന സംസാര രീതികൾ ഉണ്ടാകരുത്, അതുപോലെ തന്നെ പ്രവൃത്തികളും ഉണ്ടാകരുത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇരുട്ടിനെ പേടി, അതുപോലുള്ള പേടികളൊക്കെ പ്രധാനമായിട്ടുള്ള എല്ലാ പേടികളും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്നുള്ളതാണ്, അല്ലേ? ഫിയർ എന്ന് പറയുമ്പോൾ തന്നെ ഫോൾസ് എവിഡൻസ് അപ്പിയറൻസ് റിയൽ എന്നാണ് പറയുക. അതായത് തെറ്റായ ധാരണകൾ ശരിയാണെന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്നതാണ് ഇപ്പോഴും ഫിയർ എന്ന് പറയുക. അപ്പോൾ അതൊക്കെ നമ്മുടെ സംസാരത്തിലൂടെയോ പ്രവൃത്തിയിലൂടെയോ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പം അത്തരം സംസാരങ്ങൾ നമ്മൾ കുട്ടികളോട് നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു പോയിന്റ് പറയാനുള്ളത്. അതുപോലെ തന്നെ സെൽഫായിട്ട് ഇൻഡിപെൻഡൻ്റ് ആകാനുള്ള എല്ലാ അവസരവും നമ്മൾ കുടുംബത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട അടുത്ത ഒരു കാര്യം. കാരണം ഓരോ വ്യക്തിയും ഓരോ കുട്ടിയും ഇൻഡിപെൻഡൻ്റ് ആകേണ്ടവരാണ്, അവർ നാളെ പൊതുസമൂഹത്തിൽ അവർ ഇറങ്ങേണ്ടവരാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ പെരുമാറണം എന്നുള്ളതാണ്. അതായത് ഓവർ കെയറും ഓവറായിട്ട് നമ്മളെ സംരക്ഷിക്കപ്പെടുന്നതും ഒക്കെ അവരൊരു ഇൻഡിപെൻഡൻ്റ് ആകാനുള്ള ഒരു അവസരത്തെ തടയുന്നത് പോലും ഉണ്ട് എന്നുള്ളത് ഇവിടെ പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കെയർ കൊടുക്കണ്ട എന്നുള്ളതല്ല, കെയർ കൊടുക്കുമ്പോഴും അവരെ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആകാനുള്ള ഒരു അവസരവും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ കാരണക്കാരനാകരുത്. അതുകൊണ്ട് തന്നെ അതിലുള്ള അവസരങ്ങൾ നമ്മൾ സ്വമേധയാ, അതിപ്പോൾ അവരെ സംസാരിക്കാനായിക്കോട്ടെ, അവരെ ഒപ്പീനിയൻ പറയുന്നതായിക്കോട്ടെ, അവരുടെ സജഷൻസ് ചോദിക്കുന്നതായിക്കോട്ടെ, ഇതെല്ലാം അവരുടെ സെൽഫ് ഡെവലപ്മെൻറ്റിന് അതല്ലെങ്കിൽ സെൽഫായിട്ടൊരു ഇൻഡിപെൻഡൻ്റ് ആകാനുള്ള അവസരത്തെ
പരിപോഷിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഒരു തുറന്ന ചർച്ചയിലൂടെ നമ്മുടെ വീട്ടിൽ ഉണ്ടാകാനുള്ളൊരു അവസരം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യമായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മാതാപിതാക്കളാണ്, ആസ് എ പേരൻ്റ് എന്നുള്ള നിലയിൽ നമ്മുടെ മക്കളോട് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ലെവൽ ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ തിരിച്ചും നമ്മുടെ കുട്ടികൾക്കും നമ്മളൊരു പേരൻ്റ് എന്നുള്ള രീതിയിൽ നമ്മളോടും ഒരു എക്സ്പെക്റ്റേഷൻ ലെവൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനോടൊപ്പം നമുക്ക് വരാനായിട്ട് കഴിയണം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ മാർക്കുകളുടെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും അടുത്ത വീട്ടുകാരൊക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട് നമ്മൾ കുട്ടിയെ. അതല്ല നമുക്ക് വേണ്ടത്. നമ്മൾ പരസ്പരം സ്നേഹിക്കുന്ന കാര്യത്തിൽ, പരസ്പരം പരിഗണിക്കുന്ന കാര്യത്തിൽ, പരസ്പരം കെയർ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഒരു മത്സരം കൂടി നമ്മൾ മാതാപിതാക്കൾ തമ്മിൽ കുട്ടികളോട് വേണം എന്നുള്ളതാണ് പറയാനുള്ളൊരു കാര്യം. കാരണം എൻ്റെ അച്ഛൻ ഇങ്ങനെയാകണം, അതല്ലെങ്കിൽ എൻ്റെ അമ്മ ഇങ്ങനെയാകണം എന്നുള്ള ഒരു കൺസെപ്റ്റ് എല്ലാ കുട്ടികൾക്കും ഉണ്ട്. അതല്ലെങ്കിൽ എൻ്റെ അച്ഛനെക്കുറിച്ച് നാലാളിങ്ങനെ പറയണം, അതല്ലെങ്കിൽ എൻ്റെ അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറയണം എന്നുള്ളൊരു ആശിക്കുന്ന കുട്ടികളുണ്ട് അല്ലേ? അപ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷൻ ലെവലിലേക്ക് മാതാപിതാക്കൾ കൂടി ഉയരണം എന്നുള്ളതാണ് അടുത്ത ഒരു പോയിൻ്റായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാനുണ്ടായിരുന്നത്. ആസ് എ പേരൻ്റ് എന്നുള്ള രീതിയിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ളതും എനിക്ക് തോന്നിയിട്ടുള്ളതുമായിട്ടുള്ള ആശയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ഇവിടെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ളത് അവർക്കും കൂടി ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാനുള്ളത്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.